1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരൊറ്റ നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്ന നമ്മുടെ നാട്ടിലാണ് ഓരോ ദിനവും അപരാധിയാക്കുന്ന പോലീസിന്റെ കുന്നോളം വാർത്തകൾ വരുന്നത്. പേരൂർക്കടയിലും സംഭവിച്ച അത് തന്നെയാണ്. പോലീസ് ഒരുക്കിയ തിരക്കഥയാണ് ഒരു പാവം സ്ത്രീയെ കള്ളിയായി മുദ്രകുത്താൻ ശ്രമിച്ചത്. തിരുവനന്തപുരം പേരൂർക്കടയിലെ വ്യാജമാല മോഷണ കേസിൽ പോലീസ് നുണക്കഥ മെനഞ്ഞെന്ന് ക്രൈംബ്രാഞ്ച്. നിരപരാധിയായ ബിന്ദുവിനെ മോഷ്ടാവായി ചിത്രീകരിച്ചെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്യുന്ന ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷന് കൈമാറി. നീതി ലഭിക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്നാണ് മാനസിക പീഡനം നേരിട്ട ബിന്ദുവിന്റെ പ്രതികൾ. പനയമുട്ടം സ്വദേശിയായ ബിന്ദു പേരൂർക്കടയിൽ വീട്ടിൽ ജോലിക്ക് നിന്ന സമയത്താണ് ഉടമയായ ഓമന ഡാനിയലിന്റെ സ്വർണ്ണമാല മോഷണം പോയത്. ഓമനയുടെ പരാതിയെ തുടർന്ന് ബിന്ദുവിനെ സ്റ്റേഷനിലെത്തിച്ച പേരൂർക്കട പോലീസ് ക്രൂരമായി പെരുമാറി. ബിന്ദുവിന്റെ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലയ്ക്ക് പുറത്തുള്ള ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥർ അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ടു. തുടർന്ന് പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരൻ അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പോലീസിനെതിരെ ഗുരുതര കണ്ടെത്തലുകൾ ഉള്ളത്. ഓമനയുടെ വീട്ടിലെ സോഫയിൽ നിന്നാണ് മാല ലഭിച്ചത്. എന്നാൽ വീടിന് പുറത്തുനിന്ന് മാല കിട്ടിയെന്ന മൊഴി പറഞ്ഞാൽ മതിയെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഓമനയോട് ആവശ്യപ്പെട്ടുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അന്യായമായി കസ്റ്റഡിയിലെടുത്തത് ന്യായീകരിക്കാനാണ് പോലീസ് ഇങ്ങനെ ചെയ്തത്. ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്ത വിവരം CI ശിവകുമാറിന് അറിയാമായിരുന്നു. പോലീസ് കെട്ടുകഥയുണ്ടാക്കുകയായിരുന്നു. ശിവകുമാർ ബിന്ദുവിനെ ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. ബിന്ദുവിനെ അന്യായമായി തടവിൽ വെച്ചതിന് ശിവകുമാറിനെതിരെയും വ്യാജ പരാതിയിൽ ഓമനയ്ക്കെതിരെയും നടപടി വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. ഈ ഓമന ഡാനിയൽ മാല കിട്ടിയെന്നുള്ള വിവരം വന്ന് സ്റ്റേഷനിൽ വന്ന് പ്രസന്നോടും പറഞ്ഞിട്ടും അത് ആ കുറ്റം എൻ്റെ തലയിൽ തന്നെ വെച്ച് കെട്ടിത്തരുകയായിരുന്നു. പിന്നോട്ട് പോവില്ല, മുന്നോട്ട് തന്നെ പോകും. നീതി കിട്ടുന്നത് വരെ ഞാൻ പോരാടും. ഒരു ജോലിയിൽ നിന്ന് വരെ പിരിച്ചുവിടണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിലവിൽ SI പ്രസാദ് അടക്കം 2 പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലാണ്. ആരോപണ വിധേയരായ പോലീസുകാരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു തുടക്കം മുതൽ പേരൂർക്കട പോലീസ് സ്വീകരിച്ചത്. ബിന്ദുവിന്റെ പരാതിയിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം.